ആടുന്ന സിനിമേന്റെ 6 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് പരിശോധിക്കാൻ നമുക്ക്. അതിന് നിമിഷമില്ലാതെ ഇത് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റോക്ക് സീരീസ് യൂട്യൂബ് ചാനൽ. ആട് 3 നമ്മുടെ ഫ്രൈഡേ ഫിലിം ഹൗസും കാവ്യ പ്രൊഡക്ഷൻ ഹൗസും നിർമ്മിച്ച ഏറ്റവും പുതിയ മലയാള സിനിമയാണ് ആട്. സിനിമയുടെ 3-ാം ഭാഗം പാർട്ട് 1 ലാസ്റ്റ് റൈഡ്. സിനിമ മാർച്ച് 19-നാണ് വേൾഡ് വൈഡ് റിലീസിന് വന്നത്. ഗംഭീരമായ റെസ്പോൺസും നെഗറ്റീവ് റെസ്പോൺസും കാണുന്നുണ്ട് സിനിമയ്ക്ക് ഒരേ സമയത്ത്. ഒരു മിക്സ്ഡ് റെസ്പോൺസ് ആണെന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. എന്നാൽ പോലും ഭൂരിഭാഗവും പോസിറ്റീവ് തന്നെയാണ്. പടം കണ്ടവരുണ്ടെങ്കിൽ മറക്കാതെ പടത്തിന്റെ അഭിപ്രായങ്ങൾ കൺബോക്സ് ചെയ്യപ്പെടുക. കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ സിനിമയ്ക്ക് 6 ദിവസം കൊണ്ട് കേരളത്തിൽ നിന്ന് മാത്രം 33,80,00,000 കളക്ഷൻ അപ്രോക്സിമേറ്റ് ആയിട്ട് കാണാൻ സാധിക്കുന്നത്. ഇതിൽ 15 കോടി സിനിമയുടെ തിയേറ്ററിക്കൽ ഷെയർ കളക്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. 15,85,00,000. ഇനി സിനിമയുടെ 6 ദിവസത്തെ വേൾഡ് വൈഡ് തിയേറ്ററിക്കൽ ഷെയർ ആണ്. വേൾഡ് വൈഡ് തിയേറ്ററിക്കൽ ഷെയർ സിനിമയ്ക്ക് അപ്രോക്സിമേറ്റ് ആയിട്ട് 44,31,00,000 അപ്രോക്സിമേറ്റ് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ബഡ്ജറ്റ് നമ്മുടെ വിജയ് ബാബു ഇന്റർവ്യൂവിൽ പറഞ്ഞത് സിനിമേന്റെ ഒരു 65 അല്ലെങ്കിൽ 50 കോടിയുടെ ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നിലവിൽ സിനിമേന്റെ ബഡ്ജറ്റ് കംപ്ലീറ്റ് ആയിട്ട് റിക്കവർ ആയിട്ടുണ്ട്. പകുതി ശതമാനം, ഓൾമോസ്റ്റ് 68% സിനിമേന്റെ ബഡ്ജറ്റ് റിക്കവറി ആയിട്ടുണ്ട് നമ്മുടെ തിയേറ്ററിക്കൽ റവന്യൂവിൽ മാത്രമായിട്ട് ആട് സിനിമയ്ക്ക്. എന്തായാലും ഒരു 50 കോടി കൂടി വരികയാണെങ്കിൽ ഉറപ്പായിട്ടും സിനിമ ഒരു വലിയൊരു ഹ്യൂജ് ബ്ലോക്ക് ബസ്റ്ററിലോട്ട് പോകുകയാണെന്ന് നിസ്സംശയം പറയാൻ സാധിക്കും നമുക്ക്. എന്തായാലും ചിത്രത്തിന്റെ 6 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് നമ്പേഴ്സ് കാണാൻ സാധിക്കും. ട്രാക്കിംഗ് അനുസരിച്ച് അപ്രോക്സിമേറ്റ് ആയിട്ട് 94,50,00,000. ഇപ്പൊ സിനിമേന്റെ ഭാഗത്ത് നിന്ന് 7 ദിവസത്തെ അല്ലെങ്കിൽ ഒരാഴ്ചത്തെ നമ്മുടെ ആടുന്ന സിനിമേന്റെ 3-ാം ഭാഗത്തിന്റെ ഒഫീഷ്യൽ നമ്പേഴ്സ് പുറത്തുവിട്ടിരിക്കുകയാണ് സിനിമേന്റെ പ്രൊഡക്ഷൻ ഹൗസ് ഫ്രൈഡേ ഫിലിം ഹൗസ്. ഉച്ചയോടെയാണ് പുറത്തിറങ്ങിയത്. ഓൾമോസ്റ്റ് 100 കോടി കംപ്ലീറ്റ് ആയെന്ന രീതിയിലാണ് ഒഫീഷ്യൽ പോസ്റ്റേഴ്സ് കാണാൻ സാധിക്കുന്നത്. 101 കോടി കംപ്ലീറ്റ് ആയിരിക്കുകയാണ് നമ്മുടെ ആട് സിനിമേന്റെ 3-ാം ഭാഗം. എന്തായാലും ആട് ഫ്രാഞ്ചൈസിൽ തന്നെ ഹയസ്റ്റ് ഗ്രോസിംഗ് ആയി മാറുകയാണ്. അങ്ങനെ 14ാമത്തെ മലയാള സിനിമയാണ് 100 കോടിയിലോട്ട് എൻട്രി ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ എൻട്രി ചെയ്ത് കഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും മാർക്കോസ് സിനിമയുടെ തൊട്ട് പിന്നാലെ നമ്മുടെ ആടുന്ന സിനിമയുടെ കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ ഇനി അജയന്റെ 2-ാം മോഷണം, ലൂസിഫർ, പ്രേമലു, പുലിമുരുകൻ, സർവമായ, ആവേശം, ആടുജീവിതം, 2018, തുടരും, മഞ്ഞുവൽ ബോയ്സ്, എമ്പുരാൻ, ലോക. എന്തായാലും ഇതിൽ ആരുടെയൊക്കെ കളക്ഷൻ ആണ് ഫൈനൽ തകർക്കാൻ പോകുന്ന വേൾഡ് വൈഡ് കാത്തിരിക്കുന്നത് ചെയ്യാം നമുക്ക്. എന്തായാലും കൺബോക്സ് ചെയ്യപ്പെടുക ആട് സിനിമയുടെ ഫൈനൽ കളക്ഷൻ എത്രയാകുമെന്ന്. എന്തായാലും പടം കണ്ടവരെന്തായാലും മറക്കാതെ പടത്തിന്റെ അഭിപ്രായങ്ങൾ കൺബോക്സ് ചെയ്യപ്പെടുക. കാത്തിരിക്കുന്നത് ചെയ്യാം നമുക്ക് ആട് സിനിമയുടെ ബ്ലോക്ക് ബസ്റ്റർ ബോക്സ് ഓഫീസ് കളക്ഷൻ ആയിട്ട് വരും ദിവസങ്ങളിൽ. അതിന് നിമിഷമില്ലാതെ ഇത് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റോക്ക് സീരീസ് യൂട്യൂബ് ചാനൽ.